എല്ലാവർക്കും നമസ്കാരം. DJ ഡാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരത്ത് നിന്ന് പമ്പയിലേക്കുള്ള ഒരു ബസ് യാത്രയാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്നാണ്. ശബരിമല തീർത്ഥാടന സമയത്തുള്ള സ്പെഷ്യൽ ബസ്സിലാണ് ഇന്നത്തെ യാത്ര. ശബരിമല തീർത്ഥാടന സീസണിൽ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥാടകർക്കായി KSRTC സർവീസ് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൃത്യമായി പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തത് ഡിസംബർ 31, 2023 പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് ഇന്നാണ് എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ 2024 ആദ്യത്തെ വീഡിയോയും ഈ ഒരു ശബരിമല യാത്രയാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന റൂട്ട് തിരുവനന്തപുരം, വെഞ്ഞാറമൂട്, കിളിമാനൂർ, ചടയമംഗലം, കൊട്ടാരക്കര, അടൂർ, പത്തനംതിട്ട, ലാഹ, വടശ്ശേരിക്കര, നിലയ്ക്കൽ വഴിയാണ് പമ്പയിലേക്ക് നമ്മൾ ഈ ഒരു ബസ്സിൻ്റെ റൂട്ട്. നമ്മളിപ്പോൾ കിളിമാനൂർ ബസ് സ്റ്റാൻഡ് എത്തിച്ചേർന്നിരിക്കുകയാണ്. കിളിമാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഇന്ത്യൻ ഓയിലിൻ്റെ ആ ഒരു പമ്പ് ശ്രദ്ധയിൽപ്പെട്ടത്. ശരിക്കും അത് KSRTCയുടെ പമ്പാണ്. പക്ഷേ സ്വകാര്യ വാഹനങ്ങൾക്കും ഇപ്പോൾ KSRTCയുടെ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അത് KSRTCക്ക് ഒരു നല്ലൊരു വരുമാന മാർഗം കൂടെയാണ്. നമ്മൾ സീസൺ ടൈമിൽ ശബരിമല യാത്ര നടത്തുമ്പോൾ ഏറ്റവും ഉത്തമമായ ഒരു യാത്രാ മാർഗം എന്ന് പറയുന്നത് KSRTC ബസ്സിലെ യാത്രാ മാർഗം തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്വകാര്യ വാഹനങ്ങളിൽ പോയാൽ നിലയ്ക്കൽ വരെ നമുക്ക് സ്വകാര്യ വാഹനങ്ങളിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ KSRTCയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ത്രിവേണി വരെ പമ്പ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ത്രിവേണി വരെ നമുക്ക് KSRTCയിൽ ചെന്ന് ഇറങ്ങാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് തിരികെ വന്നാലും നമ്മൾ പമ്പയിൽ നിന്ന് നിലയ്ക്കൽ വരെ നമ്മൾ KSRTCയിൽ തന്നെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. നമ്മുടെ പാർക്കിംഗ് എല്ലാം നിലയ്ക്കലിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്ക് എല്ലാം പമ്പയിൽ നിന്ന് എന്താ പറയുക, അടിക്കടി ഈ സീസൺ സമയത്ത് ബസ്സുകൾ ധാരാളം ലഭ്യമാണ്.
തിരുവനന്തപുരത്ത് നിന്ന് പമ്പ വരെയുള്ള ടിക്കറ്റ് 303 രൂപയാണ്. ഞാൻ എൻ്റെ KSRTC നിയോ എന്നുള്ള ആപ്പ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എൻ്റെ KSRTC നിയോ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർ അത് ജസ്റ്റ് ഒന്ന് പോയി കാണുക. നമ്മളിപ്പോൾ ഏകദേശം പത്തനംതിട്ട ആകാറായി. പത്തനംതിട്ടയിൽ ഒരു 5 മിനിറ്റ് ടീ ബ്രേക്ക് ഉണ്ട്. കുമളി ഡിപ്പോയുടെ ബോർഡർ ടു ബോർഡർ സർവീസായ കളിയിക്കാവിള കുമളിയിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കുമളി വരെ ഒരു യാത്ര നടത്തിയിരുന്നു. അതിൻ്റെ വീഡിയോയും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. വളരെ മനോഹരമായൊരു വീഡിയോ ആയിരുന്നു. ഇതിപ്പോൾ പത്തനംതിട്ടയുടെ KSRTCയിൽ പണികഴിപ്പിച്ച ആ ഒരു പുതിയ ബസ് സ്റ്റാൻഡാണ്. നമ്മൾ അന്ന് ആ കുമളി ബസ്സിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു പ്രൈവറ്റ് സ്റ്റാൻഡിൽ ആണ് നമ്മൾ അന്ന് പോയത്. ഇതിപ്പോൾ KSRTCയുടെ പുതിയ ആ ഒരു സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. പാറശാല കാസർഗോഡ് മലയോര ഹൈവേയുടെ ഭാഗമായ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ കൺസ്ട്രക്ഷൻ പാറശാലയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മൂവാറ്റുപുഴ പുനലൂർ റോഡ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഈ മലയോര ഹൈവേ എവിടെ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു ഹൈവേ ഇപ്പോൾ നിലവിൽ വന്നതിന് ശേഷം കളിയിക്കാവിള നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഗ്രീൻഫീൽഡ് സൂപ്പർ ഫാസ്റ്റ് എന്ന പേരിൽ മലയോര ഹൈവേയിലൂടെയുള്ള സൂപ്പർ ഫാസ്റ്റ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. കളിയിക്കാവിൽ നിന്നും തൃശ്ശൂരിനും ഈരാറ്റുപേട്ടയ്ക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നുമൊക്കെ ഈ ഒരു ഹൈവേ വഴി ലോങ് സർവീസുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആ ബസ്സിലുള്ള യാത്രകളൊക്കെ താമസിയാതെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്.
നമ്മളിപ്പോൾ ലാഹ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ പമ്പ പാതയിൽ ജനവാസ കേന്ദ്രമായ അവസാനത്തെ മേഖലയാണ് ലാഹ. ലാഹ കഴിഞ്ഞ് അങ്ങോട്ട് ഇനി വനപ്രദേശമാണ്. ലാഹയിൽ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് അടുത്ത പമ്പയിലേക്ക് ഉള്ള യാത്ര ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വളരെ മനോഹരമായ കാനന കാഴ്ചകളാണ് കാണാൻ പോകുന്നത് നമ്മൾ. ഇപ്പോൾ നമ്മൾ ഇലവുങ്കൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഇലവുങ്കൽ ജംഗ്ഷനിൽ നിന്ന് ആ ഇടത്തോട്ട് പോകുന്ന റോഡാണ് കുമിളിയിലേക്കും എരുമേലിയിലേക്കുമുള്ള ആ ഒരു റോഡ്. കുമിളിയിൽ നിന്നുള്ള വാഹനങ്ങളെല്ലാം ഇതുവഴിയാണ് വരുന്നത്. കുമിളി, എരുമേലി, കോട്ടയം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളെല്ലാം ഈ റോഡ് വഴി ഇലവുങ്കൽ ജംഗ്ഷനിൽ വന്ന് ചേരും. നമ്മളിപ്പോൾ നിലയ്ക്കൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ നിലയ്ക്കൽ നിന്ന് KSRTCയുടെ ബസ് സ്റ്റാൻഡും പിന്നെ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വഴിയും ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയാണ് ഈ ബസ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പമ്പയിലേക്കുള്ള ദീർഘദൂരങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ നിലയ്ക്കൽ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പോകുന്നത് തീർത്ഥാടകർക്ക് സമയനഷ്ടവും അതുപോലെ KSRTCക്ക് ഡീസൽ നഷ്ടവുമാണ്. അതുമാത്രമല്ല, ഇത്രയും ബസ്സുകൾ ഉള്ളിൽ വരുമ്പോൾ ആ ഒരു ഗതാഗതക്കുരുക്കും രൂക്ഷമാകും. അതുകൊണ്ട് തന്നെ ദീർഘദൂര ബസ്സുകളെല്ലാം നിലയ്ക്കൽ ഉള്ളിൽ പോകാതെ സ്ട്രെയിറ്റ് പമ്പയിലേക്ക് പോയാൽ ആ ഒരു തിരക്ക് അവിടെ ഒഴിവാകും. മാത്രമല്ല, നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് എല്ലാ 5 മിനിറ്റിലും ചെയിൻ സർവീസുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബസ്സെല്ലാം ഉള്ളിൽ വരേണ്ട ആവശ്യം അവിടെ ഇല്ല. നിലയ്ക്കൽ മുതൽ പമ്പ വരെ കൊടും വളവുകൾ നിറഞ്ഞ ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റോഡിൽ, നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള റോഡിൽ ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്.
നമ്മൾ പമ്പയിൽ ത്രിവേണിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ. Sani,